Good morning students. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 13ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടില്ല. അതിൽ നമ്മൾ റെമഡീസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡീസ് എന്നുള്ള ടോപ്പിക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ 3 പോയിൻ്റാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത് അല്ലേ. നമ്മൾ എത്ര പോയിൻ്റ് ഉണ്ടെന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എത്ര പോയിൻ്റാണ് നമുക്കതിൽ മൊത്തമായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൊത്തമായിട്ട് 5 പോയിൻറ്റുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ 5 പോയിന്റിൽ റിസഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് പറഞ്ഞു, ക്യാൻസൽ ചെയ്യുക, പിന്നെ സ്യൂട്ട് ഫോർ ഡാമേജസ്, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്നുള്ളത് ആ കാര്യമാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റിൽ നമുക്ക് എടുക്കാനുള്ളത് ശ്രദ്ധിക്കുക. ഇൻ സർട്ടൺ കേസസ് damages are not adequate remedy in for the breach of the contract അല്ലേ. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് വെച്ചെങ്കിൽ എന്താ വെച്ചെങ്കിൽ ഇൻ സർട്ടൺ കേസസിൽ നമുക്ക് എന്ത് പറയാം, ഡാമേജസ് ആർ നോട്ട് ആൻ ആഡ്വക്കേറ്റ് റെമഡി ഫോർ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അല്ലേ. അപ്പോൾ ഡാമേജസ് എന്ന് പറയുന്നത് ഒരു ആഡ്വക്കേറ്റ് ഡാമേജ് എത്രയാണ് വന്നത് വെച്ചെങ്കിൽ അത് ഡാമേജസ് ആർ ആഡ്വക്കേറ്റ് റെമഡി ഫോർ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഇത് മാത്രമല്ല ആഡ്വക്കേറ്റ് ആയിട്ടുള്ള റെമഡി ആയിട്ട് പറയാനുള്ളത്. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് കോർട്ട് ഡയറക്റ്റ് ദ ഡിഫോൾട്ടിംഗ് പാർട്ടി ടു ക്യാരി ഔട്ട് ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. എങ്ങനെയൊക്കെയാണ് അയാൾ പെർഫോമൻസ് നടത്തുന്നത്, ഇത് മാത്രമല്ല ഡാമേജ് മാത്രമല്ല പെർഫോമൻസും കൂടി വിലയിരുത്തുന്നു അല്ലേ. സ്പെസിഫിക്കലി അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട്. അപ്പം നമ്മൾക്ക് കോൺട്രാക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് കുറേ ടേംസ് ഉണ്ടായിരിക്കും. ആ ടേംസ് പ്രകാരം തന്നെയല്ലേ കോൺട്രാക്റ്റ് ചെയ്യുന്നത്, അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദി കോൺട്രാക്റ്റ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ടേംസ് പ്രകാരം നമ്മൾ ആ കോൺട്രാക്റ്റ് കറക്റ്റായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുന്നു അല്ലേ. ദിസ് ഈസ് നോൺ ആസ് സ്പെസിഫിക് പെർഫോമൻസ്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് ആൻഡ് ദി കോർട്ട് ഓർ ഓൾവേസ് എ ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞ വേർതിരിവ് ടു ഗ്രാൻഡ് ദ റിലീഫ് ഓഫ് സ്പെഷ്യൽ പെർഫോമൻസ് ഓർ നോട്ട്. ഇനി റൂൾസ് റിഗാർഡിംഗ് ഗ്രാൻഡിങ് ബൈ ദിസ് റിലീഫ് ആർ കണ്ടെയ്ൻ ഇൻ ദി സ്പെസിഫിക് റിലീഫ് ആക്റ്റിലാണ് അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത് വെച്ചെങ്കിൽ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോർട്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻ സർട്ടൺ കേസസ് ഡാമേജസ് ആർ നോട്ട് ആൻ ആഡ്വക്കേറ്റ് റെമഡി. ഡാമേജ് എന്ന് പറയുന്നത് ഒരു ആഡ്വക്കേറ്റ് റെമഡി അല്ല ഫോർ ദി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് കോൺട്രാക്ട് ഡയറക്റ്റ് ദ ഡിഫോൾട്ടിംഗ് പാർട്ടി ടു ക്യാരി ഔട്ട് ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് അല്ലേ. പെർഫോമൻസ് എങ്ങനെയാണ്, പെർഫോമൻസ് ഒക്കെ സ്പെസിഫിക് ആയിട്ട് തന്നെയല്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുന്നു അല്ലേ. അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദി കോൺട്രാക്റ്റ് പ്രകാരം. ദിസ് ഈസ് നോൺ ആസ്, അതിനെയാണ് എന്ത് പറയുന്നത്, സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് ആൻഡ് ദി court are always at discretion to grant the relief by special performance അല്ലേ or not. അപ്പോൾ അതിനുള്ള റൂൾസാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 10 ഓഫ് ദി സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 എന്താ പറയുന്നത്, സ്പെസിഫിക് റിലീഫ് ആക്ട് ഉണ്ടായത്. അത് പ്രകാരം കോർട്ട് അറ്റ് ദ ഡിസ്ക്രിഷൻ ഓർഡർ ഓഫ് സ്പെസിഫിക് പെർഫോമൻസിന് എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രിഷൻ ഓർഡർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. where compensation is money for its non-performance would not afford to adequate relief. Compensation of money, compensation എങ്ങനെയാണ്, where compensation in money for its non-performance അതെങ്ങനെയാണ്, വുഡ് നോട്ട് അഫോർഡ് adequate relief ആയിട്ട് പറയുന്നില്ലേ, വുഡ് നോട്ട് അഫോർഡ് ടു an adequate relief. പിന്നെ where there exists no standard for ascertaining the actual damages caused by the non-performance of the contract. അപ്പോൾ ഇതിൽ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മളിതിൽ പറയുന്നത്. സെക്ഷൻ 10 1963 സ്പെസിഫിക് റിലീഫ് ആക്ട് പ്രകാരം ഡിസ്ക്രിഷൻ ഓർഡർ ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് സ്പെസിഫിക് പെർഫോമൻസിൽ അല്ലേ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കോമ്പൻസേഷൻ ഓഫ് മണി ഫോർ ഇസ് നോൺ പെർഫോമൻസ് വുഡ് നോട്ട് ആൻ അഡ്വക്കേറ്റ് റിലീഫ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് വേർ ദർ എക്സിസ്റ്റ് ടു സ്റ്റാൻഡേർഡ് ഫോർ അസേർട്ടൈനിങ്. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ഇത്രത്തോളം. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം എന്തായാലും നമുക്ക് ലോസ് സംഭവിക്കും. നോർമൽ ലോസ് ഉണ്ടാവാം, നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ ലോസ് സംഭവിക്കുന്നതിനെ അബ്നോർമൽ ലോസ് എന്ന് പറയും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇത്ര ശതമാനം ഭാഗം നമുക്ക് എന്തായാലും നഷ്ടം സംഭവിക്കാം. ആ നഷ്ടം സംഭവിക്കുന്നതിനെ നോർമൽ ലോസ് എന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് നഷ്ടം സംഭവിക്കുന്നതിനെയാണ് അബ്നോർമൽ ലോസ് എന്നും പറയുന്നത് അല്ലേ. കോസ്ഡ് ബൈ ദി നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്.
when the probable monetary consideration or non-performance of the act cannot be obtained. അപ്പോൾ ഇതിൽ എന്ത് കിട്ടുന്നില്ല? പ്രൊബബിൾ ദാറ്റ് മോണിറ്ററി കൺസിഡറേഷൻ എത്രയാണ്? മോണിറ്ററി ആയിട്ട് പണപരമായി എങ്ങനെയൊക്കെയാണ് കൺസിഡറേഷൻ? നോൺ പെർഫോമൻസ് ഓഫ് ദി ആക്ട് കനോട്ട് ബി ഒബ്റ്റെയിൻഡ്. അപ്പോൾ സ്പെസിഫിക് പെർഫോമൻസ് ഈസ് നോട്ട് യൂഷ്വലി ഓർഡേർഡ് അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസിലൊന്നും നോട്ട് ഇല്ലാത്തത്. ഏതിലൊക്കെയാണ് സ്പെസിഫിക് പെർഫോമൻസ് നോക്കാത്തത്? സ്പെസിഫിക് പെർഫോമൻസ് ഈസ് നോട്ട് യൂഷ്വലി ഓർഡേർഡ് അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഫസ്റ്റ് വൺ, വെൻ ദി കോമ്പൻസേഷൻ ഓഫ് മണി ഈസ് ഇൻ ആഡ്വക്കേറ്റ് റെമഡി. കോമ്പൻസേഷൻ എന്നുള്ളത് ഒരു ആഡ്വക്കേറ്റ് റെമഡി, അതൊന്ന് ഈസ് നോട്ട് യൂഷ്വലി ഓർഡേർഡ്. പിന്നെ വെൻ ദി കോൺട്രാക്റ്റ് ഓഫ് പേഴ്സണൽ നേച്ചർ, പിന്നെ ദ കോൺട്രാക്റ്റ് ഈസ് നോട്ട് സെർട്ടൺ. പിന്നെ ഇനിക്വിറ്റബിൾ, ഇനിക്വിറ്റി പറഞ്ഞാൽ മര്യാദ അല്ല, ഇനിക്വിറ്റബിൾ ആവുക, മര്യാദ പ്രകാരം അല്ലാതെ ആവുക. ദി കോൺട്രാക്റ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് റിവോക്കബിൾ, റിവോക്ക് ചെയ്യാവുന്ന, ക്യാൻസൽ ചെയ്യുക. ദി കോൺട്രാക്റ്റ് ഈസ് മെയ്ഡ് ബൈ ട്രസ്റ്റി ടു ബ്രീച്ച് ഓഫ് ദെയർ ട്രസ്റ്റ്. ദി കോൺട്രാക്റ്റ് ഈസ് മെയ്ഡ് ബൈ ദി കമ്പനി ഇൻ എക്സസ് ഓഫ് ഇറ്റ്സ് പവേഴ്സ്. എങ്ങനെ? പവേഴ്സിലും ഇതായിട്ട്. ആസ് ഇറ്റ്സ് ലേഡ് ഡൗൺ ഏതിലാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ദി കോർട്ട് കനോട്ട് സൂപ്പർവൈസ് ഇൻ ക്യാരിയിങ് ഔട്ട്. കോർട്ട് അത് സൂപ്പർവൈസ് ചെയ്യാതെ കോർട്ട് കനോട്ട് സൂപ്പർവൈസ് ഇൻ ക്യാരിയിങ് ഔട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് അല്ലേ. അപ്പം നമ്മൾ ഏത് മാത്രമല്ല നോക്കുന്നുള്ളൂ, ഡാമേജ് മാത്രം ആഡ്വക്കേറ്റ് റെമഡി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെയല്ലേ കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കണക്കിലെടുക്കുന്നു അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? Damages are not an adequate remedy for the breach of contract. In such circumstances, the court directed the defaulting party to carry out the performance of the contract specifically according to the terms of the contract. This is known as specific performance. അതിനെയാണ് specific performance എന്ന് പറയുന്നത് അല്ലേ. ഫസ്റ്റ് വൺ, according to section 10 ഓഫ് സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 പ്രകാരം എന്ത് പറയുന്നു? ദി കോർട്ട് ആസ് ദെയർ ഡിസ്ക്രിഷൻ ഓർഡർ ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോർട്ട് ഇൻ ദി ഫോളോയിങ് കേസസ്. ഫസ്റ്റ് വൺ, വെൻ കോമ്പൻസേഷൻ ഈസ് മണി ഈസ് നോൺ പെർഫോമൻസ് വുഡ് നോട്ട് അഫോർഡ് ടു അഡ്വക്കേറ്റ് റിലീഫ്. പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ രണ്ടാമത് പറയുന്നത് നോ സ്റ്റാൻഡേർഡ് ഫോർ അസർട്ടൈനിങ് ആക്ച്വൽ ഡാമേജ്. പിന്നെ probable monetary consideration on non-performance of the act cannot be obtained. പിന്നെ ഇതിൽ വരാത്തത് നോട്ട് യൂഷ്വലി ഓർഡേർഡ് അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഇതിലൊക്കെ ഓർഡർ ചെയ്യാറില്ല. സ്പെസിഫിക് പെർഫോമൻസ് ഈസ് നോട്ട് യൂഷ്വലി ഓർഡേർഡ് അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ദേ ആർ കോമ്പൻസേഷൻ ഓഫ് മണി ഈസ് ആഡ്വക്കേറ്റ് റെമഡി. പിന്നെ കോൺട്രാക്ട് ഈസ് ഓഫ് എ പേഴ്സണൽ നേച്ചർ. പിന്നെ ഈസ് നോട്ട് സെർട്ടൺ, ഈസ് ടു ബി നേച്ചർ ഓഫ് റിവോക്കബിൾ. പിന്നെ കോൺട്രാക്ട് ഈസ് മെയ്ഡ് ബൈ ട്രസ്റ്റി ഓർ ബ്രീച്ച് ഓഫ് ദെയർ ട്രസ്റ്റ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ. അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കോർട്ട് ഓർഡർ. In case of breach of contract, the injured party can under certain circumstances get a negative injunction, that is order prohibiting a party for doing. പ്രൊഹിബിറ്റ് ചെയ്യുന്നു, തടയുന്നു. അയാൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നതിൽ അയാളെ തടയുക. ഒന്ന് കോടതിയുടെ അടുത്ത ഓർഡർ കിട്ടാണ്ട് യാതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനെയാണ് ഇഞ്ചക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത് സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ. അപ്പോൾ എന്താ പറയുന്നത്? ഇൻജേർഡ് പാർട്ടി ക്യാൻ പ്രൊഹിബിറ്റഡ് ഫോർ ഡൂയിങ് സംതിങ്. ഇൻജേർഡ് പാർട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഹിബിറ്റ് ചെയ്യുന്നു, തടയുന്നു. ഫോർ ഡൂയിങ് സംതിങ്, അതിനെയാണ് സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. An injunction is of a court order. In case of breach of contract, the injured party can under certain circumstances can negative injunction, that is an order prohibiting a party from doing something. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൽ അയാളെ പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. Injunction is usually granted to enforce negative stipulation. നെഗറ്റീവ് സ്റ്റിപ്പുലേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ അതൊക്കെ ഇതാക്കുന്നതിന് വേണ്ടി, എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇൻ കേസ് വേർ ഡാമേജസ് ആർ നോട്ട് ആൻ ആഡ്വക്കേറ്റ് റിലീഫ്, ഇറ്റ് ഈസ് പർട്ടിക്കുലർലി അപ്രോപ്രിയേറ്റ് ഇൻ കേസ് ഓഫ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞു? സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസും സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ. അപ്പോൾ എന്താ സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഹിബിറ്റിംഗ് ഫോർ ഡൂയിങ് സംതിങ്. ദി ഇൻജേർഡ് പാർട്ടി ഈസ് പ്രൊഹിബിറ്റഡ്
ഫോർ ഡൂയിങ് സംതിങ്. അതിനെയാണ് നമ്മൾ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്നുള്ളതിൽ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മളിതിൽ ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഏത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു essay question ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ്, ബ്രീച്ച് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കോൺട്രാക്റ്റ് നമ്മുടെ ക്യാൻസൽ ചെയ്ത് പോയി, അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ്, പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാം. ഒന്ന്, റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യുന്നു. സ്യൂട്ട് എത്രയ്ക്കാണോ ഡാമേജിന് സ്യൂട്ട് ചെയ്യുന്നു. സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിറ്റ്, പിന്നെ എന്താ പറയുന്നത്, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആൻഡ് ഇഞ്ചക്ഷൻ ഓർഡർ, സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ വലിയൊരു മൊഡ്യൂളാണ് കഴിഞ്ഞത്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഭാഗം കോൺട്രാക്റ്റ് ആക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എക്സാമിന് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ 3/4 ഭാഗം ക്വസ്റ്റ്യൻസ് വരിക കോൺട്രാക്റ്റ് ആക്റ്റിൽ നിന്നാണ്. ഇനി ചില വർഷങ്ങളിൽ അത് വരാതിരിക്കാം, അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കൂടുതലായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എന്നാണ് വരിക. അപ്പോൾ ഈ 13 ചാപ്റ്ററും വളരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ചാപ്റ്റർ ഏതാച്ചെങ്കിൽ അത് തുടങ്ങി വയ്ക്കാം. നെക്സ്റ്റ് നമുക്കൊരു ചാപ്റ്ററും കൂടിയാണ് എനിക്കിതിൽ പറയാനുള്ളത്. ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. ബാക്കി എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് മറ്റേ മിസ് എടുത്തിട്ടുണ്ടായിരിക്കും, സജിത മിസ് എടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ 13 ചാപ്റ്റർ വരെ എടുത്തു. 13 ചാപ്റ്റർ വരെ എടുത്തിട്ട് മിസ് 5 ചാപ്റ്റർ എടുത്ത് തന്നിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററായിട്ടൊരു ചാപ്റ്ററും കൂടിയാണുള്ളത്. ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 എന്നുള്ളതാണ് നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ള ചാപ്റ്റർ കേട്ടോ. LPP ആണുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും നോക്കുക കേട്ടോ. ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്കിനി നെക്സ്റ്റ് തുടങ്ങാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പാർട്ട്ണർഷിപ്പൊക്കെ നിങ്ങൾ +1 പഠിച്ചതാണ് അല്ലേ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 or more person, 2 ആൾക്കാർ കൂടി ചേർന്ന് ബിസിനസ് നടത്തുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട്, LLP, അതിന് ഷോർട്ടായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റഡ്, L ലാബിലിറ്റി, L പാർട്ട്ണർഷിപ്പ്, P. അപ്പോൾ LLP ഇൻ ഷോർട്ടായിട്ട് നമ്മൾ അതിനെ പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദി ആക്ട്. പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്. ദിസ് ആക്ട് എക്സ്റ്റെൻഡ് ഫോർ ദി ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ മൊത്തം അതുണ്ട്. ജനറലി LLP ഈസ് എ കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിൾ ദാറ്റ് എനേബിൾസ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ആൻഡ് entrepreneurial initiative to campaign and operate a flexible, innovative and efficient manner, പ്രൊവൈഡിങ് ബെനിഫിറ്റ് ഓഫ് ലിമിറ്റഡ് ലാബിലിറ്റി അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ലാബിലിറ്റി എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ലിമിറ്റഡ് ലാബിലിറ്റി ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് ഇന്ത്യയിൽ മൊത്തമായിട്ടുമുണ്ട്. ജനറലി LLP എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിളാണ്. അതിലെന്തൊക്കെയാണ് പറയുന്നത്, പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്, പിന്നെ എൻ്റർപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സംരംഭകത്വം. എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ സോൾ ട്രേഡർ അല്ലേ. എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ബിസിനസ് മാൻ, അയാളെയാണ് നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സംരംഭകത്വം. ഈസ് ലൈക്ക് എ ഇനീഷ്യേറ്റീവ് ടു കമ്പെയിൻ ചെയ്യുക, ബിസിനസ്സിനെ കമ്പെയിൻ ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു. എല്ലാത്തിലും ഇന്നൊവേറ്റീവ് ഐഡിയാസ്, ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഐഡിയാസ് കൊണ്ടുവരിക. എഫിഷ്യൻറ്റ് മാൻ, എല്ലാ കാര്യങ്ങളും എഫിഷ്യൻ്റായിട്ട് ചെയ്യുക അല്ലെ. അതൊക്കെയാണ് LLPയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൈലൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LLP എന്തൊക്കെയാണ് നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, സിമ്പിളാണ്, ഒന്നുമില്ല, പോയിൻറ്റ്സ് ഇങ്ങനെ പറയാൻ മാത്രമേ വേണ്ടൂ കേട്ടോ. ശ്രദ്ധിക്കുക, സൈലൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ലീഗൽ എൻറ്റിറ്റി അല്ലേ. ഏതൊരു പാർട്ട്ണർഷിപ്പ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ആയിട്ടൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഈസ് പ്രൊപ്പറേറ്റർ അല്ലേ. വ്യത്യാസമായ ഒരു ലീഗൽ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നത്, ഇന്ന് ആരംഭിച്ച് നാളെ നിർത്താനല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണല്ലേ. കുറേ കാലം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്ത് പോകണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണ് അല്ലേ. എവറി LLP ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ്, നമുക്കറിയാം 2 or more person അല്ലേ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിലെങ്ങനെയാണ് ആൾക്കാർ വേണ്ടത്, 2 or more person ആണ്. 2 or 2-ൽ കൂടുതൽ ആൾക്കാർ ചേർന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ. ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സിന് എങ്ങനെയൊക്കെയാണ് പാർട്ട്നേഴ്സ് വരുന്നത് എന്നുള്ള കാര്യം, ടൈപ്സ് എങ്ങനെയൊക്കെയാണ്. പിന്നെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് എന്തൊക്കെ. റൈറ്റ്സ് പറഞ്ഞാൽ അധികാരം,
ഡ്യൂട്ടീസ്, എന്തൊക്കെ വർക്കുകളാണ് ഒരു പാർട്ട്നേഴ്സിനുള്ളത് വെച്ചെങ്കിൽ അതാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ളതിൽ പറയുന്നത്. പാർട്ട്ണർ ആസ് എൻ ഏജൻ്റാണ്. പിന്നെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, ബാധ്യത ലിമിറ്റഡ് ആണ്. നമ്മൾ പേര് എഴുതിയിട്ട് നെയിം ഓഫ് ദി ഫേം, ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് ആ പേരുണ്ടായിരിക്കും. ലാസ്റ്റ് വേർഡ് ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ പറയുക ഫിനാൻഷ്യലായിട്ട്. ഇപ്പം നമുക്ക് ഏതൊരു സ്ഥാപനത്തിൻ്റെയും പ്രധാന കാര്യം സാമ്പത്തികപരമായിട്ട് എങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യലായിട്ട് കാര്യങ്ങൾ ഡിസ്ക്ലോഷർ. പിന്നെ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന ബിസിനസ് വേണ്ടാന്ന് വെക്കുക, അതിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന്. വോളണ്ടിയർലി ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ട്രൈബ്യൂണൽ ഉണ്ടാവും, ട്രൈബ്യൂണലിൻ്റെയൊക്കെ അംഗീകാരപ്രകാരം വേണം അതിൻ്റെ വൈൻഡിങ് അപ്പ് പ്രൊസീജിയറുകളൊക്കെ വേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് സൈലൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ പറയാനുള്ളത് അല്ലേ. അപ്പോൾ LLP ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഓരോ പോയിൻറ്റിൻ്റെ അർത്ഥം ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളാണ്, മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ലീഗൽ എൻറ്റിറ്റി, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, പിന്നെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പറഞ്ഞു, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സ് ആസ് ഏജൻറ്റ്, ലിമിറ്റഡ് ലാബിലിറ്റിയാണ്, നെയിം ഓഫ് ദി ഫേം, ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ, വൈൻഡിങ് അപ്പ്. നെക്സ്റ്റ് വൺ ഫോർമേഷൻ. ഇനി എങ്ങനെയൊക്കെയാണ് LLP സ്ഥാപനങ്ങളുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രൂപീകരണം എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് രൂപീകരിക്കുന്നത്, നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് രൂപീകരിക്കാൻ വേണ്ടി സാധിക്കുക. An LLP is a body corporate formed and incorporated under the LLP Act 2008 പ്രകാരമാണ് നമ്മളതിനെ ആരംഭിച്ചത്. ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദി പാർട്ട്നേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഹാസ് എ പെർപ്പച്വൽ സക്സഷൻ, ഈ പെർപ്പച്വൽ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, അതാണ് പെർപ്പച്വൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്. പിന്നെ അതിലെങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്, 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നോ മാക്സിമം ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദി ഫോളോയിങ് എൻറ്റിറ്റീസ് ആൻഡ് പേഴ്സൺ ക്യാൻ ബിക്കം എ പാർട്ട്ണർ ഇൻ ദി ആർക്കൊക്കെയാണ് ഇതിൽ മെമ്പർ ആവാൻ വേണ്ടി സാധിക്കുക. An LLP incorporated in and outside India, എങ്ങനെയൊക്കെയാണ് ദി ഫോളോയിങ് എൻറ്റിറ്റീസ് ആൻഡ് പേഴ്സൺ ക്യാൻ ബിക്കം എ പാർട്ട്ണർ ഇൻ LLP, എങ്ങനെയൊക്കെയാണ് LLP ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യയിലും ആവാം, ഇന്ത്യയിൽ അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടാവാം, പുറമേ രാജ്യങ്ങൾ അതിൻ്റെ ബ്രാഞ്ചസ് അല്ല, ഇന്ത്യയിലാവാം മെയിൻ ഓഫീസ്, പുറമേ രാജ്യങ്ങൾ അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാവാം ഔട്ട്സൈഡ് ഇന്ത്യ. എ കമ്പനി ആണെങ്കിൽ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ആൻ ഇൻഡിവിജ്വൽ ഷാൾ നോട്ട് കേപ്പബിൾ ബിക്കമിങ് എ പാർട്ട്ണർ ഇൻ എ ലിമിറ്റഡ് ലാബിലിറ്റി ഇഫ്, എങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഷാൾ നോട്ട് ബി കേപ്പബിൾ, പറ്റാത്തവർ, പാർട്ട്ണർഷിപ്പിൽ മെമ്പർ ആവാൻ പറ്റാത്തവർ ആരൊക്കെയാണ്. ആൻ ഇൻഡിവിജ്വൽ ഷാൾ നോട്ട് ബി കേപ്പബിൾ ഓഫ് ബിക്കമിങ് എ പാർട്ട്ണർ ഇൻ എ ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ്, എങ്ങനത്തെ ഇഫ് ഹീ ഹാസ് ടു ബി ഫൗണ്ട് ടു ബി അൺസൗണ്ട് മൈൻഡ്, നമുക്കറിയാം അൺസൗണ്ട് മൈൻഡ് ആയ ആൾക്കാർ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ, അൺസൗണ്ട് മൈൻഡ്. പിന്നെ ഹീ ഈസ് അൺഡിസ്ചാർജ് ഇൻസോൾവെൻ്റ് അല്ലേ, പിന്നെ ഹീ ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡീഷ്യേറ്റഡ് ആസ് എ ഇൻസോൾവെൻറ്റ്, ഹിസ് അപ്ലിക്കേഷൻ പെൻഡിങ്, അതൊക്കെയാണ് നമുക്കിതിൽ പറയാം. അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇതിലും മെമ്പർ ആവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫോർമേഷൻ പറഞ്ഞു. പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഇനി നമുക്ക് ഓരോ ടോപ്പിക്കുകളാണ് പറയാനുള്ളത്. എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് അല്ലേ, പാർട്ട്ണർഷിപ്പ് ഫുള്ള് പഠിച്ചിട്ടുണ്ട് അല്ലേ. പാർട്ട്ണർഷിപ്പ് എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായത് +2? അഡ്മിഷൻ, ഒരു പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് എങ്ങനെ അഡ്മിഷൻ നടത്താം, അയാളെ എങ്ങനെ റിട്ടയർ ചെയ്യിപ്പിക്കാം, ഡെത്ത് ഉണ്ടായുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആയുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരാളെ 50,000 കൊണ്ടുവന്നു, ഒരാൾ 30,000 കൊണ്ടുവന്നു, ഒരാൾ 20,000 കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ 5:3:2 അങ്ങനത്തെ റേഷ്യോ കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് അതിലെ പ്രോഫിറ്റും കാര്യങ്ങളും ഡിവൈഡ് ചെയ്യുക, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക, ബാലൻസ് ഷീറ്റ് വരയ്ക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ആദ്യം ഇത് ചെയ്യുന്നു, ഒരാളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നു, പിന്നെ നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക, പിന്നെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. In case of LLP, there is no concept of any share capital, but every partner is required to contribute towards the LLP in some manner as specified in the LLP agreement. Agreement ഉണ്ടായിരിക്കും, അത്രയും എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. The contribution of the partner may consist of tangible, movable, immovable, intangible property, other benefit to the LLP including എന്തൊക്കെയാവാം, മണി, promissory note ആവാം, other agreement to contribute of cash, property, contract for service performed to be performed, അങ്ങനെയൊക്കെ ആവാം അല്ലേ.
അപ്പോൾ ദി മോണിറ്ററി വാല്യൂ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പാർട്ണർ ഷാൾ ബി അക്കൗണ്ടഡ്. എത്ര രൂപയാണ് ഓരോരുത്തരും കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ നമ്മളത് അക്കൗണ്ട് ചെയ്യുകയും ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് ദി ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എങ്ങനെയാണ് പറയുന്നത് വെച്ചെങ്കിൽ ആ തരത്തിൽ നമ്മളത് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ LLP എഗ്രിമെൻറ്റ്. പാർട്ട്നേഴ്സ് തമ്മിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലേ, പാർട്ട്ണർഷിപ്പിന് പാർട്ട്ണർഷിപ്പ് ഡീഡാണ് ഉണ്ടാവുക. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. LLP agreement means any written agreement between the partners of limited liability partnership, between the limited liability partnership, its partners, which determine the mutual rights and duties of the partners and the rights and duties in relation to the limited liability of partners. So the agreement contain name. എന്തൊക്കെ കാര്യങ്ങളുണ്ടാവുക? നെയിം ഉണ്ടായിരിക്കും, നെയിം ഓഫ് ദി പാർട്ട്ണർ, ഡെസിഗ്നേറ്റ്. നമ്മൾ ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം, അതന്നെ നെയിം, പാർട്ട്നേഴ്സിൻ്റെ നെയിം, പിന്നെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, ഫോം ഓഫ് കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റബിൾ ഷെയറിംഗ് റേഷ്യോ. നമ്മളെങ്ങനെയാണ് അപ്പോൾ സാധാരണയൊക്കെ നമ്മൾ ഓരോരുത്തരും ക്യാപിറ്റൽ എത്രയാണോ കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ റേഷ്യോ തരും, റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓരോരുത്തരും എത്രയാണോ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ ആ ക്യാപിറ്റലിൻ്റെ മുകളിൽ നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് ഇൻ റിലേഷൻ ടു എ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് മീൻസ് എനി പേഴ്സൺ ഹു ബിക്കം എ പാർട്ട്ണർ ആർ എ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. അങ്ങനെയാണ് പാർട്ട്നേഴ്സിനുള്ളത് അല്ലേ. എവറി ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് അറ്റ്ലീസ്റ്റ് ഹാവ് 2 persons വേണം. ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 2 individual ആസ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഫോർ ഹൂം അറ്റ്ലീസ്റ്റ് 1 ഷാൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് മീൻസ് എ പാർട്ട്ണർ ഹു ഈസ് ഡെസിഗ്നേറ്റഡ് ഇൻ സച്ച് എ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് ഹു ബിക്കം എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ബൈ ഇൻ അക്കോർഡൻസ് വിത്ത് ദി LLP എഗ്രിമെൻറ്റ് അല്ലേ. അപ്പോൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് പറഞ്ഞാൽ എന്താണ്, എ പാർട്ട്ണർ ഹു ഈസ് ഡെസിഗ്നേറ്റഡ് ഇൻ സച്ച് എൻ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ്സുകൾ ഹു ബിക്കം ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി LLP എഗ്രിമെൻറ്റ്. LLP എഗ്രിമെൻറ്റ്. ഇനി അതിൻ്റെ ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ. ഇനി എങ്ങനെയൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ആക്ട് നമ്മൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെയാണ് ആ പാർട്ട്ണർഷിപ്പ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെയാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് അല്ലേ. ഇൻ ഓർഡർ ടു നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മളത് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. In order to incorporate LLP, 2 or more persons are associated for carrying a lawful business. നമുക്കറിയാം 2 കൂടുതൽ ആൾക്കാർ വേണം ലോഫുൾ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻകോർപ്പറേഷൻ നടത്തുന്നു അല്ലേ. ഇനി നമ്മൾ ആ ഇൻകോർപ്പറേഷൻ നടത്താൻ എന്ത് വേണം, എത്രയാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ ഇറ്റ് ഷാൾ ബി ഫിൽഡ് വിത്ത് ആൻ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയും പ്രിസ്ക്രൈബ്ഡ് ഫീസ് എത്രയാ വെച്ചെങ്കിൽ അത് അടയ്ക്കുക. ആൻഡ് ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് ദി സ്റ്റേറ്റ് where the registrar office of LLP is situated അല്ലേ. എന്നിട്ടോ എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോം ഷാൾ ബി filled with the incorporation document which state that all the requirements of the act and rules have been complied in the case of incorporation. എല്ലാ റൂൾ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. The statement should be made by the either advocate or company secretary. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അഡ്വക്കേറ്റ്, വക്കീലിനെ കൊണ്ട്, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലേ, അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് LLP ആൻഡ് എനിവൺ ഹു ഈസ് സബ്സ്ക്രൈബ്ഡ് ഇൻ ദ നെയിം ഓഫ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഇൻകോർപ്പറേഷനും രജിസ്ട്രേഷനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷനിൽ പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ വേണം. അത് നിയമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എത്രയാണ് വെച്ചെങ്കിൽ അതിൻ്റെ ഫോം ഫില്ല് ചെയ്തിട്ട് അപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. ആ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയും പ്രിസ്ക്രൈബ്ഡ് ഫീസ് പറഞ്ഞ എത്ര വെച്ചെങ്കിൽ അടയ്ക്കുകയും എന്നിട്ട് രജിസ്ട്രാറെ അത് സബ്മിറ്റ് ചെയ്യുന്നു അല്ലേ. അത് എവിടെയാണോ വെച്ചെങ്കിൽ അത് എന്നിട്ട് ആ പ്രിസ്ക്രൈബ്ഡ് ഫോം ഷുഡ് ബി ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റുകൾ വെക്കണം. വിച്ച് സ്റ്റേറ്റ് ദാറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്, എന്തൊക്കെ ആക്റ്റും റൂൾസും ഒക്കെയാണ് വെച്ചെങ്കിൽ അതൊക്കെ അതിൽ കാണിക്കണം. ദി സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ഇത് ആരെക്കൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യിപ്പിക്കേണ്ട, അഡ്വക്കേറ്റ്, കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കേട്ടോ. പിന്നെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻ ദ ഫോളോയിങ് മാറ്റേഴ്സ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സിൽ ഇപ്പോൾ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് വെക്കണം എന്ന് പറഞ്ഞു അല്ലേ, ആ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ മാറ്റേഴ്സാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ദി നെയിം ഓഫ് ദ ലിമിറ്റഡ് ലയബിലിറ്റി നെയിം, പിന്നെ നേച്ചർ ഓഫ് പ്രപ്പോസ്ഡ് ബിസിനസ്, നമ്മൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ആരംഭിക്കാൻ പോകുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ നേച്ചർ, അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ്,
നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, നെയിമും അഡ്രസ്സും എന്തൊക്കെയാ വെച്ചെങ്കിൽ അത്. നേച്ചർ ആൻഡ് അഡ്രസ് ഓഫ് ദി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, അതർ മാറ്റേഴ്സ് ഇൻസിഡൻറ്റൽ ദെയർടു, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്, ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിൽ മെൻഷൻ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്, നെയിം ഓഫ് ദ ലിമിറ്റഡ് ലാബിലിറ്റി, പാർട്ട്ണർഷിപ്പിൻ്റെ പേര്, പിന്നെ നേച്ചർ ഓഫ് പ്രപ്പോസ്ഡ് ബിസിനസ്, ഇപ്പോൾ 2-3 പേര് കൂടിയിട്ട് ബിസിനസ് ആരംഭിക്കുക അല്ലേ, അവർ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതെ, നേച്ചർ ഓഫ് ദി പ്രപ്പോസ്ഡ് ബിസിനസ്, അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ്, അഡ്രസ്സ് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് വേണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അവരുടെ അഡ്രസ്സ് വേണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, ആരൊക്കെയാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അവരുടെ നെയിം ആൻഡ് അഡ്രസ്സ്, പിന്നെ അതർ മാറ്റേഴ്സ്, ബാക്കി എന്തൊക്കെ മാറ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വെച്ച് ചെയ്തിട്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്കതിൽ സബ്മിറ്റ് ചെയ്യണം കേട്ടോ, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നുകൂടി നോക്കാം. ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ചാപ്റ്റർ 19 ആണ് തുടങ്ങിയത് അല്ലേ. അപ്പോൾ ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 പാർട്ട്ണർഷിപ്പ് എന്താണ് അല്ലേ. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 or more പേഴ്സൺ, 2-2 കൂടുതൽ ആൾക്കാർ കൂടിച്ചേർന്ന് ബിസിനസ് നടത്തുന്നതിനെ നമ്മൾ ഇത് പറയുന്നു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നു. പിന്നെ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രൊഫഷണൽ എക്സ്പേർട്ടൈസ്, എൻ്റർപ്രണറിയൽ ഇനീഷ്യേറ്റീവ്, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഫ്ലെക്സിബിൾ ആവണം അല്ലേ. ഡൈനാമിക് പറഞ്ഞ ചേഞ്ചിങ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഫീച്ചേഴ്സ് പറഞ്ഞു, ലീഗൽ എൻറ്റിറ്റി, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, പിന്നെ എന്താ പറഞ്ഞത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, പിന്നെ നമ്മൾ പറഞ്ഞു റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണ്, പാർട്ട്നേഴ്സ് ആസ് എൻ ഏജൻറ്റ്, ലിമിറ്റഡ് ലാബിലിറ്റി, നെയിം ഓഫ് ദി ഫേം, ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ, വൈൻഡിങ് അപ്പ്, ഇത്രയും കാര്യങ്ങളാണ് അതിന് ഫീച്ചേഴ്സ് പറയുന്നത്. ഇനി ഫോർമേഷൻ എങ്ങനെയാണെന്ന്, ഫോർമേഷൻ എന്തൊക്കെയാണ് നമ്മൾ വേണ്ടത് വെച്ചെങ്കിൽ അത് രൂപീകരണം അല്ലേ. രൂപീകരണം നമുക്കറിയാവുന്ന കാര്യമാണ്. LLP ആക്ട് 2008 പ്രകാരമാണ് നമ്മൾ അതിൻ്റെ നിയമങ്ങൾ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ, 2 ആൾക്കാരെങ്കിലും വേണം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി. എത്ര ആൾക്കാരാണ്, 2 പേരാണ് മിനിമം വേണ്ടത്. അത് എവിടേക്കാണ് അതിൻ്റെ ഫോർമേഷൻ, ഔട്ട്സൈഡ് LLP ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ. പിന്നെ ആരൊക്കെ അങ്ങനത്തെ ഏതൊക്കെ ഇൻസോൾവെൻ്റ് ആയവർ പാടില്ല, അൺസൗണ്ട് മൈൻഡുള്ളവർ അവരൊന്നും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, LLP അഗ്രിമെൻറ്റ് എങ്ങനെയാണ്, പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ, ഇതുവരെയുള്ള ടോപ്പിക്കുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി സംശയങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ശരി, ഓക്കെ.